ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും അച്ഛനും കൂടി ഒരു ചെറിയൊരു യാത്ര നടത്തിയതാണ്. അപ്പൊ ഞങ്ങള് എറണാകുളം മറൈൻ ഡ്രൈവിൽ വന്നപ്പോൾ ഇവിടെ ബോട്ട് യാത്രയുടെ ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ബോട്ട് യാത്രയുടെ ഇങ്ങനെ നമുക്ക് യാത്ര 1 മണിക്കൂറിന് ഇത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഓഫർ കിട്ടി. എന്താണെന്നല്ലേ, 200 രൂപയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ബോട്ടിൽ കയറാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ എറണാകുളത്ത് വന്നതല്ലേ, അപ്പൊ ഒന്ന് ബോട്ടിൽ കയറാന്ന് വിചാരിച്ചു. കല്യാണത്തിന് ശേഷം ഞാനും അച്ഛനും കൂടി നടത്തുന്ന ഒരു ഫസ്റ്റത്തെ യാത്രയാണ്. അപ്പൊ നേരത്തേക്ക് ഞാനും അച്ഛനും കൂടിയാണ് കൂടുതൽ ട്രാവൽ വ്ലോഗുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറ്. അനിയന്മാരില്ലാത്ത ടൈമിലേക്ക് ഞാനും അച്ഛനും കൂടിയാണ് കൂടുതൽ യാത്രകൾ ചെയ്യാറ്. അപ്പൊ കല്യാണത്തിന് ശേഷം എനിക്ക് അച്ഛനും കൂടി ഒരുമിച്ച് ഒരു ടൈം കിട്ടിയിരുന്നില്ല സ്പെൻഡ് ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഞാനും അച്ഛനും കൂടി എറണാകുളം മറൈൻ ഡ്രൈവിന് ഒരു ബോട്ട് യാത്ര, 1 hour ഒരു ബോട്ട് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിനകത്തേക്കൊക്കെ കയറി. അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇതുപോലെ സർവീസ് നടത്തുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവിടെ 1 മണിക്കൂറിനൊക്കെ 200 രൂപയ്ക്കാണ് ഇവിടെ ബോട്ട് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിലൊക്കെ വരുമ്പോൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയെന്ന് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ വന്നാൽ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ബോട്ട് യാത്രയൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ അതിന് 1 മണിക്കൂറിനൊക്കെയാണ് ചാർജ്. ഇത് കൂടാതെ നമുക്ക് ഒരു ഫുൾ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളും സർവീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നീണ്ട 2 മണിക്കൂറിന് കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഒരുവിധം ആളുകളായി കഴിഞ്ഞാൽ മാത്രമേ ഇവർ ബോട്ട് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് നമ്മളിത് ആ ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മൾ പോകുന്ന റൂട്ടിലെ ഓരോ സ്പെഷ്യാലിറ്റീസും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു ബോട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കായലിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാനാവും. അപ്പോൾ എല്ലാവരെയും ഇൻസ്ട്രക്ടർ മുകളിലത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്നും വ്യൂ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചി കായലിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വാട്ടർ മെട്രോ വരുന്നത് കാണാം. അതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളും ചെറിയ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഹൈക്കോർട്ടിൻ്റെയും ഈ ഒരു കൊച്ചിയുടെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു യാത്ര. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ടർ പോകുന്ന റൂട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ വാക്ക്. हम लोग अभी निकला है मरीन ड्राइव से. ये मरीन ड्राइव इंडिया में 2 जगह होता है, एक मुंबई में है, दूसरा कोचिन में. ये कोचिन का मरीन ड्राइव को 4 किलोमीटर दूर होता है, लेकिन इसमें एक ബോൾഗാട്ടി ഐലൻഡാണ് ഈ കാണുന്നത്. ഇത് ഷൂട്ടിംഗ് ഏരിയയാണ്, അതുപോലെ ടൂറിസ്റ്റ് ഏരിയയാണ്. മിക്കവാറും ദിവസങ്ങൾ ഷൂട്ടിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് 2 ബിൽഡിംഗ് കാണാം. അതിൻ്റെ പേര് ഹണിമൂൺ കോട്ടേജസ് എന്നാണ് ഈ കാണുന്ന 2 ബിൽഡിംഗ്. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകളുടെയൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബോൾഗാട്ടി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ടർ ഈ ഒരു ബോൾഗാട്ടി പാലസിനെ പറ്റിയിട്ടുള്ള ചരിത്രവും ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകളുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ മെയിൻ ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു ബോൾഗാട്ടി പാലസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒന്നാണ്.
അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു കൺവെൻഷൻ സെൻറ്റർ കാണാം. അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് കൂടാതെ ഇവിടെ പ്രശസ്തമായിട്ടുള്ള വല്ലാർപാടം പള്ളിയുടെ ഒരു ചെറിയ വ്യൂ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പള്ളി മുഴുവനായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പാലവും ആ ഒരു ചെറിയൊരു വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു വ്യൂവും ഈ ഒരു ഈവനിങ്ങിലെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ യാത്രയും എല്ലാം നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒന്ന് തന്നെയാണ്. തലയിൽ കാണുന്നത് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ് രാജ് മലബാർ എന്നറിയപ്പെടുന്നത്. ടെർമിനലാണ് ഈ കാണുന്നത്. ലീക്ക് വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്ട്. ദുബായ് പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ടൈപ്പ് കണ്ടെയ്നർ ഉള്ളത്, വലുത് 40 അടിയും ചെറുത് 20 അടിയുമാണ്. ഈ കാണുന്നത് 65 ടൺ വരെ ഉയർത്താനുള്ള കപ്പാസിറ്റിയാണ് ഈ ക്രെയിനുള്ളത്. ഈ കണ്ടെയ്നർ ടെർമിനലുള്ളത് റെയിൽവേ ട്രാക്കുണ്ട്. റെയിൽവേ ട്രാക്കിലൂടെയാണ് മുന്നോട്ട് ഓടാൻ കഴിയുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂവും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടെയ്നറുകളുടെയൊക്കെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ് ഈ ഒരു കൊച്ചിൻ ഷിപ്പ് യാർഡ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നും. കാരണം ഈ ഒരു കായലിന് നടുവിലായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, മിറാക്കിൾ തന്നെയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു കടലും കായലും കൂടി കൂടിച്ചേരുന്ന ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അറബിക്കടലിലേക്ക് ഈ ഒരു കൊച്ചി കായൽ ചെന്ന് ചേരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ ഏറ്റവും ആഴം കൂടിയ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ധാരാളം ചീനവലകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭയങ്കര തിരമാലകളും എല്ലാം വന്നടിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെയാണ് ഈ ഒരു 1 hour യാത്ര ഉള്ളത്. ഇനി നമ്മൾ നേരെ തിരിച്ചു പോരാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ഈ തിരമാലകളുടെയൊക്കെ ഓളം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരെയും അവർ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു DJ പാർട്ടി പോലെ അവർ നമുക്കിഷ്ടമുള്ളവർക്ക് ഡാൻസ് ചെയ്യാം, അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛനും ഡാൻസ് ചെയ്യണമെന്നായി. അങ്ങനെ അച്ഛനും കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടിയ ഒരു ഡേ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റിലാക്സ് ആകും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു 1 hour യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഭയങ്കര ഒരു
ഹാപ്പിനെസ് നൽകുന്ന ഒരു ഡേ കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ അവസാനിച്ചിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.